ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരുപാട് നല്ല നല്ല മെസ്സേജസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഒരുപാട് വെൽ വിഷസ് നമ്മുടെ ചാനലിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതേപോലെ എനിക്ക് വരുന്ന മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് ഒരുപാട് ബിസിനസ് കേസ് സ്റ്റഡീസ് ഒക്കെ ഒന്ന് കഥയായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലാഗ് ചെയ്യുന്നത്. ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രീ ടൈം പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ മെല്ലെ മെല്ലെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ബിസിനസ് കേസ് സ്റ്റഡീസിന്റെ കാര്യം പറയുമ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ തൊട്ട് റീസെന്റ് നടന്ന കാർബേസ് സ്കാം വരെ എനിക്ക് ലിസ്റ്റ് ആക്കിയിട്ട് അയച്ചെന്ന ആൾക്കാരുണ്ട്. ഇതുകൂടാണ്ട് വേറെയും ഒരുപാട് കിടിലൻ ടോപ്പിക്സ് പലരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം ഈ ബിസിനസ് കേസ് സ്റ്റഡീസിൽ ഏത് ടോപ്പിക്കാണ് പറയാന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും നമ്മൾ 90s കിഡിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, .com ബബിൾ എന്നറിയപ്പെടുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് .com ബബിളിനെ പറ്റിയിട്ടാണ്. ഇത് ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് നമ്മളൊക്കെ 90s കിഡാണ് അല്ലെ. 90സിലൊക്കെയാണ് നമ്മളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ഈ ചാനൽ കാണുന്ന മിക്ക ആൾക്കാരും 90s കിഡാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് ടെക്നോളജിയോടുള്ള ബഹുമാനം, നമ്മൾക്ക് കമ്പ്യൂട്ടറിനോടുള്ള ബഹുമാനം ഇന്നത്തെ തലമുറക്കുണ്ടോ? അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. എന്തായാലും ഈ കഥയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് .com ബബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം എന്താണ് ഈ .com ബബിൾ? ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരുന്നത്? ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ തോന്നില്ലേ? കുത്തിപ്പൊട്ടിക്കണ്ട. .com ബബിൾ എന്ന് പറയുന്നത് ഇതുപോലെ എന്തോ ഒരു കുമിളിയായിട്ട് എന്തോ ഒരു സംഭവം വന്നു, ഇങ്ങനെ പൊന്തി പൊന്തി വന്നു, ലാസ്റ്റ് അത് പൊട്ടിപ്പോയി. ഇതാണ് ഈ .com ബബിൾ. എന്താണ് ഇത് ആക്ച്വലി സംഭവിച്ചത്, എന്നാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇതൊരു 2000 കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. വർഷം 2000-ലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ബബിൾ ഇതിങ്ങനെ കുമിളയായി വന്നിട്ട് ഇത് പൊട്ടിപ്പോയി. അപ്പം ഈ ഒരു അവിടെ അത് പൊട്ടിയപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ .com ബബിൾ. എന്താണ് ആക്ച്വലി സംഭവിച്ചത്, എങ്ങനെയാണ് എന്താണ് പൊട്ടിയത്, എന്താണ് തകർന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? ഇതെന്താണ്? നാസ്ഡാക്ക് എന്താണ്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസിൽ പറഞ്ഞിട്ടുണ്ട്. US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നാസ്ഡാക്ക് അല്ലെ. ഈ നാസ്ഡാക്കിന്റെ ഒരു പോക്ക് കണ്ടോ? ഇതിങ്ങനെ കൂടി വന്നതാ. ഈ ഒരു പോയിന്റ് 2000-ലൊക്കെ ഈ ഒരു പോയിന്റ് ഇൻഡെക്സിന്റെ പോയിന്റ് ഇവിടെ എത്തി. ഇൻഡെക്സ് പോയിന്റ്സ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡെക്സ് അറിയണം എന്നുള്ളവർ ആ വീഡിയോ പോയി കാണണം. ഓക്കെ, കണ്ടോ? ഈ ഒരു പോയിന്റിൽ ഇതിങ്ങനെ കൂടി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തകരുന്നുണ്ടോ? തകർന്ന് താഴോട്ടേക്ക് പോകാൻ തുടങ്ങി. ഈ സംഭവമാണ് ഇവിടുന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് കൂടി ഒരു പോയിന്റിലെത്തി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയി എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ .com ബബിൾ. മനസ്സിലായില്ലേ? US-ല് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് തകർന്നു, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു 2000-ല്. അതാണ് .com ബബിൾ. എന്തുകൊണ്ട് അതിന് .com ബബിൾ എന്നുള്ള പേര് വന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടോ ഇതിങ്ങനെ ഈ ഒരു ഇൻഡെക്സ് ഒക്കെ കൂടിപ്പോയത് ഇവിടെ ഈ ഒരു പോയിന്റിൽ താഴേക്ക് പോയതുണ്ടോ? ഇതാണ് 2008 ഫിനാൻഷ്യൽ ക്രൈസിസ്. അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് പിന്നീടൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത് പിന്നെ കൂടിപ്പോയത് ഇവിടെ തകരുന്നുണ്ടോ? ഇതെന്താ? കൊറോണ എഫക്റ്റ്. അപ്പോൾ US-ൽ ഇത് സംഭവിച്ചു. US-ൽ സംഭവിച്ചാൽ ഇന്ത്യയിൽ സംഭവിക്കൂലേ? സംഭവിക്കും. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ഏതൊക്കെയാണ്? മെയിൻ സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. സെൻസെക്സിന്റെയും നിഫ്റ്റിന്റെയും ഗ്രാഫ് നമുക്ക് നോക്കാം. ആ ഒരു ടൈമിൽ 2000 ടൈമിൽ കണ്ടോ, ഇവിടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. സെൻസെക്സ് കണ്ടോ, ഇവിടുന്ന് 5000-ന്ന് ഏകദേശം ഒരു 3000 ചില്ലറ പോയിന്റിലോട്ട് സെൻസെക്സ് താഴോട്ട് പോയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഇവിടുന്ന് താഴോട്ടേക്ക് പോകുന്നതാണ്. ഇത് 2000-ങ്ങളിലാണ് അവിടുന്ന് ഇൻഡെക്സ് താഴോട്ടേക്ക് പോകുന്നതാണ്. അപ്പൊ ശരിക്കും ഇത് US-ൽ നടന്നൊരു സംഭവമാണ്. US-ലെ ആൾക്കാർ ചെയ്ത കുറച്ച് മണ്ടത്തരത്തിൽ പറ്റിയ സംഭവമാണ്.
അപ്പോൾ US എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യയിൽ അതെങ്ങനെ ബാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോലിയില്ലാത്തൊരു ഭാര്യ, ജോലിയുള്ളൊരു ഭർത്താവ്, ഭർത്താവിൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ ആ ഭാര്യൻ്റെ അവസ്ഥ എന്താണ്? അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ US എന്ത് സംഭവിച്ചാലും ഇന്ത്യയിൽ അത് എഫക്റ്റ് ചെയ്യും. അതെങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് .com ബബിൾ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ നമ്മളെയൊക്കെ എഫക്റ്റ് ചെയ്തു, അതല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഈ ബിസിനസ് കേസ് സ്റ്റഡി ഒക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. പണ്ട് ചെറുപ്പത്തിൽ കുറേ മോറൽ സ്റ്റോറീസ് നമ്മൾ പഠിക്കില്ലേ, അതിൽ ലാസ്റ്റ് ഗുണപാഠം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ ഇങ്ങനെ പല ബിസിനസ് കേസ് സ്റ്റഡീസിലും ഗുണപാഠങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് അവിടെ നിന്നൊക്കെ ബിസിനസ് കേസ് സ്റ്റഡി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ 1987 ബ്ലാക്ക് മൺഡേ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. അതറിയില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാം. ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ പതിയെ മുകളിലോട്ടേക്ക് പോകാൻ തുടങ്ങി, മാർക്കറ്റ് പുരോഗമിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, 1987 ഒരു ക്രാഷിന് ശേഷം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോവാണ് അല്ലേ, ഇൻഡെക്സ് മുകളിലോട്ടേക്ക് പോവാണ്. എല്ലാം നാസ്ഡാക്കും ഡോ ജോൺസും S&P 500 ഒക്കെ മുകളിലോട്ടേക്ക് പോവാണ്. എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ടായത് ആ സമയങ്ങളിൽ? ഈ സമയത്താണ് കമ്പ്യൂട്ടേഴ്സ് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. കമ്പ്യൂട്ടേഴ്സ് ആൾക്കാർ പേഴ്സണൽ ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ബിസിനസ്സൊക്കെ വളരെ സ്മൂത്ത് ആവാൻ തുടങ്ങി. ഇന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ഏത് ഓഫീസാണുള്ളത്? അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ചിന്തിക്കൂ, ആ കാലഘട്ടങ്ങളിൽ ആൾക്കാർ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഒരുപാട് കമ്പ്യൂട്ടേഷൻസിനും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഗെയിംസ് കളിക്കാൻ ആൾക്കാർ പേഴ്സണൽ യൂസിന് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാ ബിസിനസ് ആപ്ലിക്കേഷൻസ്, അക്കൗണ്ടിങ്, ടാക്സ്, എന്തും ആയിക്കോട്ടെ, അതിനൊക്കെ ഇവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്തായി? നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര സിമ്പിളായി അല്ലേ? ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ 90s കിഡിനെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കമ്പ്യൂട്ടറിനോട് ഇത്രയും ബഹുമാനവും ഇത്രയും ആദരവും കാണിച്ചൊരു തലമുറ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. 90s കിഡ്സ്, നമ്മളതിൽ അഭിമാനിക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെരുപ്പിട്ട് കയറും. പക്ഷെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കയറാറ്? ചെരുപ്പ് പുറത്ത് അയച്ചു വെക്കും. ബാക്കി ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാനും കമ്പ്യൂട്ടർ റൂമിൻ്റെ അകത്ത് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കമ്പ്യൂട്ടർ റൂം ഈസിയാണ്. ഇപ്പോഴത്തെ പിള്ളേർ കമ്പ്യൂട്ടറിനെ തീരെ ബഹുമാനിക്കാണ്ട് ഇങ്ങനെ കീബോർഡൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കുമ്പോഴും ഈ ടാബ്ലറ്റിൽ ഇങ്ങനെ കുത്തി ഇതാക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ പണ്ട് സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികളായിരിക്കും ഉണ്ടാവുക അല്ലേ? ഒരാൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം. കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറിനെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ഫ്രണ്ടിനെ നമ്മൾ എത്രമാത്രം ശമിച്ചിട്ടുണ്ട്. ഇവനൊന്ന് വേഗം ചെയ്ത് തീർത്തൂടെ എന്ന് മനസ്സിൽ നമ്മൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടില്ലേ? ഇനി ഈ ഒരു പിക്ചർ വരച്ച് നിർവൃതി അണിഞ്ഞ് എത്ര 90s കിഡ്സ് ഇപ്പോൾ ഈ പരിപാടി കാണുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ടീച്ചറെ പ്ലീസ് ഒന്നത് കളിച്ചോട്ടെ എന്ന് പറയാത്ത ഏതെങ്കിലും 90s കിഡ്സ് ഇവിടെ ഉണ്ടോ? അപ്പം നമ്മളാണ് കമ്പ്യൂട്ടറിനെ വളരെ ബഹുമാനിച്ച ഒരു തലമുറ. അതിൽ നമ്മൾ അഭിമാനിക്കണം. ഓക്കെ, ഈ കമ്പ്യൂട്ടർ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ .com ബബിളിന് കാരണം. അപ്പോൾ നമുക്ക് .com ബബിളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ഹാർഡ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് തൊടാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മെക്കാനിക്കൽ പാർട്ട് ഉണ്ട് കമ്പ്യൂട്ടറിന്. അതിൻ്റെ മുകളിൽ കുറേ സോഫ്റ്റ്വെയർ വരണം, കുറേ ആപ്ലിക്കേഷൻസ് വരണം, എന്നാലേ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ യൂസ് ചെയ്യുന്ന പവർ പോയിന്റ് അതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് അതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിപ്പം അഡോബി അതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ മൂവി കാണുന്നില്ലേ, അത് ഏതൊക്കെ VLC പ്ലെയർ ഉണ്ട്, KM പ്ലെയർ ഉണ്ട്, ഇതൊക്കെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുകളിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി വരണം. അപ്പോഴാണ് ആ കമ്പ്യൂട്ടറിന്റെ സാധ്യത പല മേഖലയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം അന്ന് കമ്പ്യൂട്ടർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പല കമ്പ്യൂട്ടേഴ്സിലും ഉള്ളത്. അങ്ങനെ മൈക്രോസോഫ്റ്റ് വലിയൊരു കമ്പനി, കാരണം അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ ആപ്ലിക്കേഷൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം
ഇതിലൊരുപാട് അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വളർച്ച കാണുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് പലരും മനസ്സിലാക്കി. അങ്ങനെ 1990s US കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി എന്ത് ചെയ്തു, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം സോഫ്റ്റ്വെയർ വിറ്റ് കഴിഞ്ഞാലാണ് ഒരുപാട് പൈസ കിട്ടുക. മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രൊഡക്റ്റായി മാറി. അതായത് അവിടെ ആരെത്ര ചീപ്പിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു അതാണ് കാര്യം. പക്ഷെ സോഫ്റ്റ്വെയർ വരുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അവിടെ പേറ്റൻസ് വരും, അവിടെ പൈസ ഒരുപാട് കിട്ടും. കാരണം ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന അഡോബിൻ്റെ. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നാളെ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് വരുന്നത് അവർ പറയുകയാണ് നിങ്ങൾക്ക് 2 ക്ലിക്കിൽ അഡോബിൽ ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങൾ നിങ്ങൾക്ക് 2 ക്ലിക്കിൽ ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഒരുപാട് എന്താ പറയുക ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സോഫ്റ്റ്വെയർ വരുന്നു. അപ്പോൾ എല്ലാവരും എന്താക്കും, ആ സോഫ്റ്റ്വെയർ പോയി വാങ്ങും. അപ്പോൾ ആ സോഫ്റ്റ്വെയറിന് പൈസ കൂടും. കാരണം അത് ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നുണ്ട്, അതുകൊണ്ട് അതിന് പൈസയും കൂടും. ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം ഒരു ഐഡിയക്കാണ് അവിടെ പൈസ, ഒരു ഐഡിയക്ക് അവിടെ പൈസ കിട്ടും. കോടികൾ വിലമതിക്കുന്ന സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. പല വലിയ വലിയ കമ്പനീസൊക്കെ കോടികൾ വിലമതിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എത്രയോ വിലമതിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ക്രാക്ഡ് വേർഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ? അതിൻ്റെ യഥാർത്ഥ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടാറില്ലേ? അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മേഖല എന്ന് പറയുന്നത് വലിയൊരു സ്ട്രോങ് ബിസിനസ് ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനൊക്കെ കിഡിലൻ പ്രോഫിറ്റ് ആണ്. സോഫ്റ്റ്വെയർ വിറ്റ പൈസ അതിനാണ് നിങ്ങൾ ആൾക്കാർ വാങ്ങാനും റെഡിയാണ്. കാരണം നമ്മുടെ ലൈഫ് ഈസി ആക്കുന്ന സാധനമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരാൻ തുടങ്ങി ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് എന്താക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റാർട്ടപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ഹ്യൂജ് പ്രോഫിറ്റ് കൊടുക്കാൻ തുടങ്ങി. അതായത് ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. കാരണം അത്രയും പ്രോഫിറ്റ് ഉണ്ട്, അത്രയും ബിസിനസ് സാധ്യതകളുണ്ട്. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് കമ്പനീസൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അന്ന് ടെക് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ടെക് കമ്പനീസ് ജോലി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കോടീശ്വരന്മാരാവും. കാരണം അത്രയും സാധ്യതകളാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ കൂടാൻ തുടങ്ങി. ഒരു 1990s മിഡ് ആകുമ്പോഴത്തേക്കും നാസ്ഡാക്കിൻ്റെ ടെക്നോളജി സ്റ്റോക്സിൻ്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ഉയർച്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം അങ്ങനെയാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അടുത്ത മൈക്രോസോഫ്റ്റ് ആവണം എന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാ സ്റ്റാർട്ടപ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെക്നോളജി റിലേറ്റഡ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് എല്ലാം എന്തായി, കോടീശ്വരന്മാരെ. ഓക്കെ, അപ്പം ആൾക്കാർക്കൊരു ചിന്ത വന്നു, ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കാം. കാരണം ടെക്നോളജിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ബിസിനസ് ഗ്രോത്ത് ഉണ്ട് മനസ്സിലാക്കിയിട്ട് ആൾക്കാരൊക്കെ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരുപാട് പ്രോഫിറ്റ് പല കമ്പനീസും ഉണ്ടാക്കി കാണിച്ചു തന്നു. അപ്പോൾ ടെക്നോളജി സ്റ്റോക്സിന് വൻ ഗ്രോത്ത് ഉണ്ടെന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാകാൻ തുടങ്ങി. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാകാൻ തുടങ്ങി. 1994 എന്താ സംഭവിച്ചത്? ഇന്റർനെറ്റ് പബ്ലിക്കായി. അതായത് എല്ലാ ആൾക്കാർക്കും ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായി. അതിനു മുന്നേ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് US ഗവൺമെന്റ് മിലിറ്ററി ആപ്ലിക്കേഷൻസിനും അതുപോലെ സയന്റിഫിക് ഇൻഫർമേഷൻ അതൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു കാര്യമായിരുന്നു ഇന്റർനെറ്റ്. 1994 ഇവർ എന്ത് ചെയ്തു? 1994 ഇവർ ഇന്റർനെറ്റ് പബ്ലിക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇന്റർനെറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ ഇമെയിൽ ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, ഓൺലൈനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൽ ഒരുപാട് സാധ്യതയുണ്ട്, ബിസിനസ് സാധ്യതയുണ്ട് എന്ന് പല കമ്പനീസിനും മനസ്സിലായി. കാരണം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാർക്കറ്റിൽ പോവാണ്ട് ഒരു സാധനം നമ്മളെ വീട്ടിൽ വരും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ മാർക്കറ്റിലെ സാധനം വാങ്ങാൻ പോകുമ്പോൾ മടി വന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈശ്വര ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ റിയലിസ്റ്റിക് ആവും നമ്മൾ അപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളെടുക്കുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ചോക്ലേറ്റ് വാങ്ങും, അല്ലെങ്കിൽ സോഡ കുടിക്കും അല്ലെ, സോഡ സർബത്ത് അല്ലെങ്കിൽ കളർ സോഡ ഒക്കെ കുടിക്കും. അപ്പം ആ ഒരു കമ്മീഷൻ ആരെടുത്തു? ഇന്ന് ഇന്റർനെറ്റ് വഴി ബിസിനസ് ആക്കുന്ന പല കമ്പനീസും എടുത്തു. അങ്ങനെ അവർ കോടീശ്വരന്മാരായി അല്ലേ? അപ്പം
ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഓൺലൈനിലൂടെ ഒരുപാട് സാധ്യതകളുണ്ട്, ബിസിനസ്സിന് സാധ്യതകളുണ്ട് മനസ്സിലാക്കിയിട്ട് ആമസോണും ഗൂഗിളും യാഹൂവും ഈബേയും അതുപോലത്തെ ഒരുപാട് കമ്പനീസൊക്കെ വന്നു. അങ്ങനെ ഇവരുടെ വളർച്ചയും അതിഭീകരമായിരുന്നു. ഇവരുടെയൊക്കെ പ്രോഫിറ്റ്സ് കോടികളായിരുന്നു. അന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയൊക്കെ മോണോപ്പൊളിയാണ്, ഇവരൊക്കെ മോണോപ്പൊളി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അത്രയും എന്താ പറയാ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ടെക്നോളജിന്റെ സ്റ്റോക്സ് പിന്നെയും കൂടാൻ തുടങ്ങി. കാരണം എല്ലാം പ്രോഫിറ്റാണ്. ഇന്റർനെറ്റ് വഴിയാണെങ്കിൽ ബിസിനസിന്റെ സാധ്യതകൾ നമുക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് വഴി ബിസിനസ്സിന് ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ. അപ്പം ടെക്നോളജി സ്റ്റോക്സിന്റെ പ്രൈസ് പിന്നെയും കൂടാൻ തുടങ്ങി. ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഒന്നും ചിന്തിക്കണ്ട, അതിന്റെ പ്രൈസ് ഒരിക്കലും താഴോട്ടേക്ക് പോയില്ല, അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഇന്റർനെറ്റ് ഇപ്പോൾ വന്നു, ഇനി ടെക്നോളജി സ്റ്റോക്സ് ഒക്കെ കൂടെയുള്ളൂ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓവർനൈറ്റ് മില്യണേഴ്സ് ആയി. കാരണം അന്നേരം കമ്പനീസ് ഒക്കെ എംപ്ലോയീസിന്റെ സ്റ്റോക്ക് ഓപ്ഷനിൽ ഷെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ കയ്യിലേക്കുള്ള ഷെയർസിന്റെ ഒക്കെ വില ഇങ്ങനെ കോടികളാവാണ്. അപ്പൊ ഇവരൊക്കെ ഒറ്റയടിക്ക് പൈസക്കാരായി, ഒരുപാട് പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെയും സ്റ്റോക്ക് പ്രൈസ് കൂടാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇന്റർനെറ്റിൽ ഒരുപാട് ബിസിനസ് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ബിസിനസ് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ വേറെ കുറെ ആൾക്കാരില്ലേ ഇന്റർനെറ്റിനെ പറ്റി അറിയാത്ത, എങ്ങനെയെങ്കിലും ബിസിനസ് തുടങ്ങണം, ബിസിനസ് ചെയ്തിട്ട് കുറെ പൈസ ഉണ്ടാക്കണം, പക്ഷെ ഒരു ധാരണയുമില്ല. അങ്ങനത്തെ കുറെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇന്റർനെറ്റിനെ പറ്റി അറിയാത്തതും ഇതിന്റെ ബിസിനസ് മോഡലും മനസ്സിലാക്കാത്തതും, ഇന്റർനെറ്റ് വഴി നമുക്ക് പൈസ ഉണ്ടാക്കാം, ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് വിറ്റാൽ മതി, ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്ന് ധരിച്ചിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തു, ഇതിലോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർ അവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അന്നേരം എല്ലാ വെബ്സൈറ്റിനും ലാസ്റ്റ് .com എന്നായിരുന്നില്ല. അപ്പോൾ എല്ലാ വെബ്സൈറ്റിലും ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന .com ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ഇവരൊരു കമ്പനി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, കുറച്ച് എംപ്ലോയീസിനെ വെച്ചു, ഒരു ഓഫീസ് വെച്ചു. കാരണം ഓഫീസ് വേണ്ടേ, ആമസോൺ ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും അവരുടെ എംപ്ലോയീസ് ഉണ്ട്, അവരെല്ലാം ഇരുത്താൻ ഒരു ഓഫീസ് വേണ്ടേ. ഒരു ബിസിനസ് ആകുമ്പോൾ ഒരു ഓഫീസ് ഉണ്ടാവും, ഓഫീസ് വേണം, എംപ്ലോയീസിനൊക്കെ ഇരുത്താനൊക്കെ ഒരു ഓഫീസ് വേണം. അപ്പൊ ഇവരൊക്കെ ഓഫീസ് ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയീസിനെ വെച്ചു. അങ്ങനെ ഇവര് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു. അപ്പൊ ഇവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കാം? ഈ ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്സ് പ്രൈസ് ഇങ്ങനെ കൂടി വരികയാണ്. അതുപോലെ തന്നെ ഒരുപാട് അറിയാത്ത ആൾക്കാർ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്തു. അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് തുടങ്ങി. ഇനി ഇവരെന്താ ചെയ്യുക? IPOs ഇഷ്യൂ ചെയ്യും. അപ്പം ഞാൻ കമ്പനി തുടങ്ങി, എനിക്ക് ഒരു ബിസിനസിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ആ സമയത്ത് കമ്പനി തുടങ്ങി, ഞാൻ IPO ഇഷ്യൂ ചെയ്തു. അപ്പം എൻ്റെത് ടെക്നോളജി റിലേറ്റഡ് കമ്പനിയാണ്, ഇന്റർനെറ്റ് റിലേറ്റഡ് കമ്പനിയാണ്, വെബ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എല്ലാവരുടെ ധാരണ എന്താ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോ കോടീശ്വരന്മാരാവാം എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് ലിസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം 1999 ആ ഒരു കാലഘട്ടത്തിൽ 457 IPOs ആണ് ലിസ്റ്റ് ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കും, 457 IPOs. അതിൽ 117 IPOs ലിസ്റ്റ് ചെയ്ത ദിവസം ഡബിളായി. ലിസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് ഡബിളായി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വാങ്ങാൻ റെഡിയാണ്. ഇതിനെന്തായാലും സാധ്യതകൾ 100% ഉറപ്പാണെന്ന് ആൾക്കാർക്ക് ഒരു ധാരണ വരാൻ തുടങ്ങി. മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എന്ത് ചെയ്തു, ഇല്ല ഇതിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ട്, ഇന്റർനെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ന ഓർഡർ ഇപ്പൊ IPO ഇഷ്യൂ ചെയ്തു, എനിക്ക് കോടിക്കണക്കിന് പൈസ കിട്ടി അല്ലേ. അപ്പൊ എനിക്കാണെങ്കിൽ ബിസിനസ്സേ അറിയില്ല, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഒന്നുമില്ല, ഞാൻ ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിന്ന് കുറച്ച് എംപ്ലോയീസിന് കൊടുക്കും അല്ലെ, പിന്നെ ഓഫീസൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കും, പിന്നെ കുറെ വെക്കേഷൻസ് ലാവിഷ് ആയിട്ടുള്ള ലൈഫ് ഞാൻ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ ന്യൂസിൽ വരാൻ തുടങ്ങി. ഇതിന്റെ CEOs ഒക്കെ ഭയങ്കര ലാവിഷ് ആയിട്ട് ജീവിക്കുന്നു, അവർ ഒരുപാട് സ്ഥലത്ത് വെക്കേഷന് പോകുന്നു, അവർ എംപ്ലോയീസിന് ഇത്രയും പൈസ കൊടുത്തു അല്ലെ, ശമ്പളം കൂട്ടി കൊടുത്തു. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഭയങ്കര തന്നെ, വീണ്ടും പ്രോഫിറ്റ്, കമ്പനി ഭയങ്കര സംഭവം തന്നെ, വീണ്ടും സ്റ്റോക്ക് പ്രൈസ് കൂടാൻ തുടങ്ങി. അങ്ങനെ ഇതിങ്ങനെ കൂടിയില്ലേ ഒരു പോയിന്റിലെത്തി. ഇനി എന്താ സംഭവിക്കുക? ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ളത് എനിക്ക് പൈസ കിട്ടി, ഞാൻ ഇതൊക്കെ ചെയ്തു. ഇനി എനിക്ക് എവിടുന്ന് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കും? ഞാൻ ബിസിനസ്സിലാണോ ഈ പൈസ കിട്ടുന്നത്? അല്ല. ഇനി ബിസിനസ്സിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വേണ്ടേ? പ്രോഫിറ്റ് ഇല്ല. ഇനി ഞാൻ എങ്ങനെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ബിസിനസ് പൊളിയും അല്ലേ. അതൊരു സൈഡിലുണ്ട്. ഇനി ഈ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ കൂടി ഒരു പോയിന്റിലെത്തിയിട്ടാകുമ്പോൾ
ഒരുപാട് ആൾക്കാർ വാങ്ങാനുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഒരു ലോജിക്കും ഇല്ലാണ്ട് കൂടിക്കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാർ നേരത്തെ ഉണ്ടായ പോലെ ഉണ്ടാവോ? ലിമിറ്റഡ് ആവൂലേ ആൾക്കാർ? പൈസ ഉള്ളവർ പോയി വാങ്ങും. അപ്പം എല്ലാ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇവരുടെ ബിസിനസ്സിലൊന്നും വളർച്ചയൊന്നുമില്ല. ഇവർ പണ്ടത്തെ പോലെ വെക്കേഷൻ പോകുന്നില്ല, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നില്ല. അപ്പൊ ഈ ന്യൂസ് ഇവരുടെ വലിയ വലിയ കഥകളൊന്നും പുറത്തു വരാണ്ടായി. അപ്പോൾ വീണ്ടും സ്റ്റോക്ക് പ്രൈസിന് എഫക്ട് ചെയ്തു. സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകാൻ തുടങ്ങി. കുറെ കഴിയുമ്പോൾ എന്തായി? ഇവർക്കൊന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവരെടുത്ത പൈസ ഇവർ വേറെ എന്തിനൊക്കെയോ ചെലവാക്കി. ഇവരെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി? ഇവർക്ക് ബിസിനസ് ഇല്ല. ഇവരുടെ കമ്പനീസ് ഒക്കെ നഷ്ടത്തിലാണ്. വീണ്ടും വാർത്ത വരാൻ തുടങ്ങി, കമ്പനീസ് നഷ്ടത്തിലാണ്. വീണ്ടും സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്ത പല കമ്പനീസും, അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബിസിനസ് തുടങ്ങിയ പല കമ്പനീസും ബാങ്ക്രപ്റ്റായി. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും. നമ്മൾ ഒരു ഷെയർസ്, ഞാനൊരു കമ്പനി തുടങ്ങി, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ബിസിനസ്സിലിട്ടിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ? എന്നാലേ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ആ പൈസ എടുത്ത് ഞാൻ അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എവിടെ? ബിസിനസ് തകരൂലേ? ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവില്ലേ? ഓഫീസിന്റെ റെന്റ് കൊടുക്കണം, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കണം, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പൊ ബിസിനസ് പൊളിയും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ബിസിനസ് ഒക്കെ പൊളിഞ്ഞു, ആൾക്കാരൊക്കെ പാപ്പരായി. എത്രയോ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, IT എംപ്ലോയീസിന്. അപ്പൊ ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാവുമ്പോ എന്താ സംഭവിക്കുക? പഴയ പോലത്തെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും? അല്ല, നമ്മൾ ചിലവ് ചുരുങ്ങി ജീവിക്കും, അല്ലേ? അപ്പം നേരത്തെ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇപ്പൊ കാറ് വാങ്ങൂല. നേരത്തെ അടിച്ചു പൊളിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയ ആൾക്കാർ ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ പോകില്ല. അങ്ങനെ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? ഇത് കംപ്ലീറ്റ് ഒരു എക്കണോമിനെ ബാധിക്കും. അങ്ങനെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. 1996 2000 ആവുമ്പോഴത്തേക്കും നാസ്ഡാക്ക് 600 നിന്ന് 5000 പോയിന്റ്സ് ആണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ 5000 പോയിന്റ്സ് നിന്ന് ഈ ബബിള് പൊട്ടിയ സമയത്ത്, ഈ .com ബബിൾ പൊട്ടിയ സമയത്ത് നാസ്ഡാക്ക് 1000 പോയിന്റ്സിലേക്കാണ് പോയത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, 5000 നിന്ന് 1000 നമ്മളെ കൊറോണ ആയപ്പം നിഫ്റ്റി 12,000 നിന്ന് 7,000 പോയപ്പോൾ നമ്മളുടെ നെഞ്ചൊന്ന് പടച്ചില്ലേ? അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, 5000 നിന്ന് 1000 പോയ അവസ്ഥ കണ്ടോ? നാസ്ഡാക്ക് 5000 നിന്ന് 1000 ചില്ലറ റേഞ്ചിലോട്ടാണ് പോയത്. അങ്ങനെ ഈ ബബിള് പൊട്ടി. പല കമ്പനീസും പ്രോഫിറ്റിലല്ലായിരുന്നു. അതുകൊണ്ട് ഈ .com ബബിള് ബേസ്റ്റ് ചെയ്തു. അപ്പം ഇതെന്താ? ഡിമാൻഡ് സപ്ലൈ ആണ് ശരിക്കും സംഭവിച്ചത്, അല്ലെ? ഒരു പോയിന്റിൽ സ്റ്റോക്ക് പ്രൈസ് വളരെ കൂടി, വാങ്ങാൻ ആൾക്കാർ കുറഞ്ഞു. അപ്പൊ സ്റ്റോക്ക് പ്രൈസ് നല്ല താഴെ പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവർക്കാണെങ്കിൽ ബിസിനസ്സും ഇല്ല, ഇവരെ ബിസിനസ്സും പൊട്ടിപ്പോകാൻ തുടങ്ങി. അതും ന്യൂസ് വന്നു. അങ്ങനെ സ്റ്റോക്ക് പ്രൈസ് കംപ്ലീറ്റ്ലി താഴോട്ടേക്ക് പോയി. അങ്ങനെ ഈ ബബിൾ പൊട്ടിപ്പോയി. ഇതാണ് .com ബബിൾ. അന്ന് ഒരു ബിസിനസ്സും അറിയാണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിലോട്ട് ഇറങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവരുടെ ബിസിനസ്സും പൊട്ടി. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് ഈ ഇൻ്റർനെറ്റിലെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കി വന്ന പല കമ്പനീസും പിടിച്ചു നിന്നു. പൊട്ടിയ കമ്പനീസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവരുടെ കഥ നമ്മൾക്ക് അറിയണ്ട. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് വാല്യൂ അറിയുന്ന കമ്പനീസായ ആമസോണും eBay ഒക്കെ ഈ ഒരു ക്രാഷിൽ പിടിച്ചു നിന്നു. ഇതെങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് സ്റ്റോക്ക് പ്രൈസ് താഴെ പോയി, റിസഷൻ വന്നു. റിസഷൻ വരുമ്പോൾ US റിസഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യനെയും ബാധിക്കും. നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാടുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ഭൂരിഭാഗം ഉള്ളതും അമേരിക്കയിലായിരിക്കും. കാരണം അമേരിക്കക്കാർക്കാണ് പൂത്ത പൈസ ഉള്ളത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി എന്ന് പറയുന്നത് US എക്കണോമിയാണ്. ഈ എക്കണോമി എന്നുള്ള വേർഡില്ലേ, അതിനൊരു അർത്ഥം വരെ ഒരു രാജ്യത്തിന്റെ പേര് അതിന്റെ കൂടെ ചേരുമ്പോൾ പല ന്യൂസിലും കണ്ടിട്ടുണ്ടാവും. US എക്കണോമി, ചൈനീസ് എക്കണോമി, ഇന്ത്യൻ എക്കണോമി. ഓക്കെ, അപ്പം ഈ US പൂത്ത പൈസക്കാരുള്ളത്. അവരൊരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ മാധ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇനി
ഇനി അമേരിക്കക്കാർക്ക് ജോലി പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ബാധിക്കൂലേ? എത്ര US ബേസ്ഡ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. ഇവരുടെയൊക്കെ ജോലി ബാധിക്കൂലേ? അവരുടെ ഇവിടുത്തെ എംപ്ലോയീസിനെ അത് ബാധിക്കൂലേ? അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അത് ബാധിക്കൂലേ? അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺസെപ്ഷൻ അത് ബാധിക്കൂലേ? ബാധിക്കും. ഇനി US റിസഷൻ വന്നു. റിസഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇമ്പോർട്ടിങ് കുറക്കും. അതായത് ഈ രാജ്യങ്ങൾ പരസ്പരം ട്രേഡ് ചെയ്ത് നിങ്ങൾക്കറിയാലോ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? അപ്പം അവർ ഇമ്പോർട്ടിങ് കുറക്കുമ്പോൾ ഇന്ത്യ കാശുണ്ടാക്കുന്നത് എങ്ങനെയാണ്? എക്സ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പം എക്സ്പോർട്ടിങ് കുറയും. അപ്പം അങ്ങനെ പല രാജ്യങ്ങൾക്കും എക്സ്പോർട്ടിങ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇൻകം കുറയും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പം US ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊള്ളാം, US എക്കണോമി തകർന്നു, ഇന്ത്യൻ എക്കണോമി വിജയിച്ചേ, അങ്ങനെയൊന്നുമില്ല. US ബാധിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മളെ ബാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഇവിടെയൊക്കെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഫണ്ടമെന്റൽസ് നോക്കിയിട്ടാണോ? ഒരു കമ്പനീനെ മനസ്സിലാക്കിയിട്ടാണോ? ഇന്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് ആണ് ഗ്രോത്ത് ഉണ്ടാവും, ഒരു ഊഹം അല്ലേ? ബാക്കി എല്ലാ പല കമ്പനീസും ഗ്രോത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇതും ഗ്രോത്ത് വരും. ഇന്റർനെറ്റ് ആണ്. എല്ലാ ഊഹവും സ്പെക്കുലേഷനും ഗാംബ്ലിംഗ് ആണ് ശരിക്കും സംഭവിച്ചത്. ആരും ഈ കമ്പനീസിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. കമ്പനീൻ്റെ CEO ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കമ്പനീൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കമ്പനീൻ്റെ ROE, PE റേഷ്യോ, PB റേഷ്യോ ഒന്നും നോക്കാണ്ട് വെറും ഇന്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് ആണ് എന്ന് മാത്രം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും ഒരു കമ്പനിയിലും നമ്മൾ ഊഹിച്ചിട്ടോ നമുക്ക് തോന്നിയ പോലെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഡോണ്ട് സ്പെക്കുലേറ്റ്, ഡോണ്ട് ഗാംബിൾ. എപ്പോഴും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. എപ്പോഴും ഇത് ചിന്തിച്ചാൽ മതി. മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? ഓരോ പ്രാവശ്യം ചൂത് കളിക്കുമ്പോഴും അടുത്തിരി ജയിക്കും എന്നിട്ട് കളിക്കാൻ തുടങ്ങി. ലാസ്റ്റ് എന്താ സംഭവിച്ചേ? അനിയന്മാരെ പണയം വെച്ചു, സ്വന്തം രാജ്യം പണയം വെച്ചു, അയാളെ തന്നെ പണയം വെച്ചു, ലാസ്റ്റ് അയാളെ ഭാര്യനെ പണയം വെച്ചു. ഓ മൈ ഗോഡ്. അപ്പം ഒരിക്കലും ഊഹിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തോന്നിയ പോലെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഡോണ്ട് ഗാംബിൾ. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പിന്നെ എനിക്കെന്താ പറയാനുള്ളത്? പിന്നെ മെസ്സേജ് അയച്ച് വിഷ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. തീർച്ചയായിട്ടും കണ്ടിന്യൂസ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ടേക്ക് കെയർ.